സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ, അൽഫാം, അറേബ്യൻ ചിക്കൻ മന്തി, മസാല ഷവായകൾ, വിവിധതരം ഷവർമകൾ, ബർഗറുകൾ, സാൻഡ്വിച്ചുകൾ തുടങ്ങി നിങ്ങളുടെ ആഘോഷവേളകൾക്ക് വേണ്ട കേക്കുകൾ ഉൾപ്പെടെ എല്ലാം അത്യാധുനിക സൗകര്യങ്ങളിൽ. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ. നിലമ്പൂർ നഗരസഭയിൽ ഭരണസ്തംഭനമെന്ന് പ്രതിപക്ഷം. നിലമ്പൂർ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് UDF ഭരണസമിതിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയത്. കഴിഞ്ഞ 6 മാസമായി സമസ്ത മേഖലയിലും സമ്പൂർണ്ണ പരാജയമാണെന്നും ഇവർ കുറ്റപ്പെടുത്തി. ഈ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ അവിടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് പകരം നിലവിൽ പട്ടരാക്കയിലുള്ള സ്ഥാപനം ചക്കാലകുത്തിലേക്ക് മാറ്റാൻ തീരുമാനമെടുക്കുന്നത് മാത്രമാണ് ആ രംഗത്ത് 6 മാസം നടത്താൻ സാധിച്ചത്. കാർഷിക രംഗത്ത് നിങ്ങൾക്കൊക്കെ അറിയാം, വലിയ മുന്നേറ്റം നഗരസഭയ്ക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞതാലും സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ ജൂൺ 5 എല്ലാ വർഷവും ലോക പരിസ്ഥിതിത്തിന്റെ ദിനമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് LDF UDF നിലനിൽക്കണം. കഴിഞ്ഞ ഒരു 10-15 വർഷത്തെ ഒരു ചരിത്രം നമ്മൾ എടുത്താൽ അത് നഗരസഭയും കൃഷി വകുപ്പൊക്കെ കൂടി വിപുലമായ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കും. ഇപ്പൊ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഓക്സിജൻ പാർക്ക് നബാർഡുമായി സഹകരിച്ചുകൊണ്ട് പൊതുയിടങ്ങളിൽ മാവ് പ്ലാവ് തൈകൾ, ഹൈബ്രിഡ് മാവ് പ്ലാവ് തൈകൾ സൗജന്യമായി നൽകിയിട്ടുള്ള പദ്ധതിക്കാർ കൊടുക്കുന്നത്. അതിനു മുമ്പ് മുറ്റത്തൊരു കശുമാവ് പദ്ധതി സൗജന്യമായി 3 വർഷം കൊണ്ട് കായ്ക്കുന്ന കശുമാവ് തൈകൾ 3800 തൈകൾ അന്ന് നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിച്ചു. ഇത് LDF UDF വ്യത്യാസമില്ലാതെ നടന്നു വരുന്ന പ്രവർത്തനമാണ്. പക്ഷെ ഈ ജൂൺ 5 ഭാഗമായിക്കൊണ്ട് സോഷ്യൽ ഫോറസ്റ്റുമായി സഹകരിച്ചുകൊണ്ടോ കൃഷി വകുപ്പുമായി സഹകരിച്ചുകൊണ്ടോ ഒരു പ്രോഗ്രാമോ ഒരു പദ്ധതിയോ സംഘടിപ്പിക്കാൻ സാധിച്ചില്ല. ഏതെങ്കിലും മെമ്പർമാർ പോയി എവിടെയെങ്കിലും തൈ നട്ട് അത് ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇട്ട് എന്നതല്ലാതെ ഈ രംഗത്ത് ഒരു കാര്യങ്ങളായി നടന്നു വരുന്ന ഒരു പ്രക്രിയ അത് നിലനിർത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. മറ്റൊന്ന് നമുക്കറിയാം, തെരുവുവിളക്ക് നാടാകെ വെളിച്ചം എന്ന നഗരസഭയുടെ പദ്ധതി പ്രകാരമാണ് നിലമ്പൂരിൽ ആകെ തെരുവുവിളക്ക് സ്ഥാപിച്ചത്. ഏകദേശം 75 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് 24-25 വർഷത്തിൽ ആ പ്രവൃത്തി നഗരസഭയ്ക്ക് നടത്തിയത്. പക്ഷെ ഇന്ന് ഈ തെരുവ് വിളക്കുകൾ പുതുതായി സ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞ വർഷം 50 ലക്ഷം രൂപ മാറ്റിവെച്ചതാണ്. ആ 50 ലക്ഷം രൂപയുടെ പ്രവൃത്തി ഏറ്റെടുത്ത് ടെൻഡർ ചെയ്ത് നടപ്പിലാക്കാൻ ഈ ഭരണസമിതി തയ്യാറായില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം പ്രവൃത്തി കഴിഞ്ഞ 6 മാസമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. സ്റ്റാൻഡിന്റെ മധ്യഭാഗത്തുണ്ടായിരുന്ന താൽക്കാലിക ഷെഡ് പിന്നിലേക്കാക്കിയ പ്രവൃത്തി മാത്രമാണ് നടന്നത്. മഴക്കാലത്ത് പകർച്ചവ്യാധികൾ പടരുന്ന സമയത്താണ് നിലമ്പൂർ നഗരസഭയുടെ പല ഭാഗങ്ങളിലും കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ നിക്ഷേപിക്കുന്ന സാഹചര്യമുള്ളതെന്നും PM ബഷീർ പറഞ്ഞു. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നിലവിൽ വന്ന 3 അർബൻ സെന്ററുകളിലും മരുന്നില്ല. തെരുവിളക്കുകളിൽ പലതിനും അറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ കണ്ണടച്ച അവസ്ഥയിലാണ്. ഭിന്നശേഷിക്കാർക്കായി തുടങ്ങിയ ഫിസിയോതെറാപ്പി സെന്റർ 4 മാസമായി പ്രവർത്തിക്കുന്നില്ലെന്നും ബഷീർ ആരോപിച്ചു. വാർത്താസമ്മേളനത്തിൽ PM ബഷീറിനൊപ്പം CPM അംഗം അരുൺ ദാസ്, കേരള കോൺഗ്രസ് അംഗം മിനി ജോൺ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം.